എറണാകുളം ജില്ലയിൽ മഴ തുടരുന്നു. എടവനക്കാട് കടൽഭിത്തി തകർന്ന വീടുകളിൽ വെള്ളം കയറിയതിനാൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. എടവനക്കാട് സംസ്ഥാനപാത നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. 2 കിലോമീറ്ററോളം നീളത്തിൽ തീരദേശത്തെ 100-ലേറെ വീടുകളിൽ വെള്ളം കയറിയതിന് പിന്നാലെയാണ് നാട്ടുകാർ സമരവുമായി തെരുവിലിറങ്ങിയത്. കനത്ത മഴയെപ്പോലും അവഗണിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ 4 മണിക്കൂറോളം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കടലേറ്റം രൂക്ഷമായ പ്രദേശത്ത് ശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തി നിർമ്മിച്ച് തീരദേശത്തെ സംരക്ഷിക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. പുലിമുട്ടുകൾ കൂടിയുള്ള ചെല്ലാനം മോഡൽ കടൽഭിത്തി നിർമ്മിക്കുക എന്ന മാർഗനിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പുലിമുട്ടുകൾ നിർമ്മിച്ചാൽ സ്വാഭാവികമായിട്ട് ഈ തിരയുടെ ശക്തി കുറയും, വെള്ളം കയറ്റം കുറയും. ഒപ്പം തന്നെ റോഡിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതായത് ആ റോട്ടിൽ മണൽ കയറി നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാകും. ഒരാളേക്കാൾ കൂടുതൽ പൊക്കത്തിൽ മണൽ കയറിയിട്ട് റോഡില്ലാത്ത അവസ്ഥ. പഞ്ചായത്ത് ചെയ്യുന്ന വെച്ചാൽ പഞ്ചായത്ത് നിരന്തരം JCB ഉപയോഗിച്ച് വാട നിർമ്മിച്ചുകൊണ്ട് ഈ കടൽ വെള്ളം കയറുന്നതിനെ തടയുന്നതിന് അപ്പുറം ആ റോഡ് മണൽ മാറ്റാൻ പറ്റുന്നില്ല. അതേസമയം ശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാരിന് DPR നൽകിയിട്ടുണ്ടെന്നും ഫണ്ട് ലഭിച്ചയുടൻ അടിയന്തരമായി നിർമ്മാണം തുടങ്ങുമെന്നും വേണമെങ്കിൽ താൽക്കാലിക ക്യാമ്പുകൾ സജ്ജമാക്കുമെന്നും എറണാകുളം സബ് കളക്ടർ സമരപ്പന്തലിലെത്തി പ്രതിഷേധക്കാരോട് സംസാരിച്ച ശേഷം പ്രതികരിച്ചു. അവരുടെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് ടെട്രാ പോഡ് തന്നെയാണ്. നമ്മൾ അതിനുള്ള DPR ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം അതിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് നടന്ന് അവിടുന്ന് സാങ്ഷൻ വരുന്ന മുറയ്ക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു പ്രതിസന്ധി വരുന്നത്. പിന്നെ നമ്മൾ തൽക്കാലം ആസ് ഓഫ് നൗ ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ജിയോ ബാഗ് സജസ്റ്റ് ചെയ്യുന്നത്. അത് അവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടെയും നമുക്ക് ഒരു ആസ് ഓഫ് നൗ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. 150ഓളം വീടുകളാണ് പ്രദേശത്തുള്ളത്. കടലാക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ ഈ വീടുകൾ വെള്ളത്തിലാവോ എന്നാണ് ഇവരുടെ ആശങ്ക. കൈരളി ന്യൂസ്, കൊച്ചി.